ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ജാമ്യാപേക്ഷയിലൂടെയും ബോബി പരാതിക്കാരെ അധിക്ഷേപിക്കുകയാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. അതായത് ഇതിന് മുൻപ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ദ്വയാർത്ഥമില്ലാത്ത പരാമർശങ്ങളാണ് എന്ന് നിഷ്കളങ്കമായി പറഞ്ഞ് കോടതിയെ പറ്റിക്കാൻ നോക്കണ്ട എന്നാണ് ആ പറയുന്നതിന് മലയാളം വിചാരിക്കണം. അതിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്യുന്നു. ലിഡിയ ജേക്കബ് ഹൈക്കോടതിയിലും ചേരുന്നു. ലിഡിയ, ഈ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ തുടക്കത്തിലെ തന്നെ തള്ളുകയാണോ കോടതി? നിഷാദ്, തീർച്ചയായും ജാമ്യ ഹർജിയിലെ വാദങ്ങളെ തുടക്കത്തിൽ തന്നെ തള്ളുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ CJM കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോഴും ബോബി ചെമ്മണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ താൻ നടത്തിയിട്ടില്ല, അത് ദ്വയാർത്ഥ പ്രയോഗമായി കാണാനാവില്ല എന്നുള്ള ഒരു തരത്തിലൊരു കാര്യമായിരുന്നു ബോബി ചെമ്മണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ കാര്യം തന്നെയായിരിക്കണം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഹൈക്കോടതി പറയുന്നത് ഇത്തരത്തിൽ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ ഇത്തരത്തിൽ പരാതിക്കാരിയെ വീണ്ടും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ തന്നെയാണ് ജാമ്യ ഹർജിയിലുമുള്ളത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. അത്തരത്തിലാണ് നിലവിൽ ആദ്യം തന്നെ കേസെടുത്തപ്പോൾ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു വിമർശനം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഇത്തരം വാദങ്ങളിൽ ഈ ജാമ്യ ഹർജിയിലെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. കാരണം ഈ ജാമ്യ ഹർജിയിലെ വാദങ്ങളിലും ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം ഹണി റോസിന് അസാമാന്യ മികവ് ഒന്നുമില്ല എന്ന പരാമർശത്തിനാണ് ജാമ്യാപേക്ഷയിലെ പരാമർശത്തിനാണ് ഇത്തരത്തിൽ ഒരു വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലാണ് ആദ്യം തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു കോടതി വിമർശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പരാമർശം പിൻവലിക്കുകയാണ് എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ജാമ്യ ഹർജിയിലുള്ളത്. വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് പരാമർശങ്ങൾ പിൻവലിക്കുകയാണ് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബോബി ചെമ്മണ്ണൂരിന് തുടക്കത്തിലെ തിരിച്ചടികളുടെ സൂചനയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ജാമ്യ ഹർജി ഇന്നിപ്പോൾ മാറ്റിവെച്ച ജാമ്യ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പറഞ്ഞതിൽ ദ്വയാർത്ഥമൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി. ഒരു ദ്വയാർത്ഥവുമില്ല, നിഷ്കളങ്കമായി നടത്തിയ പരാമർശങ്ങൾ എന്ന നിലയ്ക്കാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നെങ്കിൽ ദ്വയാർത്ഥമില്ലെന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. എന്ന് മാത്രവുമല്ല, ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് അധിക്ഷേപിക്കുന്നതാണ് എന്ന് കോടതി പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹണി റോസിന് അങ്ങനെ അസാമാന്യമായ ഒരു മികവൊന്നുമില്ല എന്ന് ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ല എന്ന് പറയുന്ന പരാമർശം അധിക്ഷേപകരമാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ അത് പിൻവലിക്കുകയാണ് എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. തുടരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നിരന്തരമായി ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഹണി റോസിനെതിരെയും നിരന്തരമായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുണ്ടായിട്ടുണ്ട് എന്ന് ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രോസിക്യൂഷൻ. ഈ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളുടെ, ദ്വയാർത്ഥ പരാമർശങ്ങളുടെ, ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങളുടെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പർപ്പസ്ഫുള്ളി നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് കോടതി പരിശോധന നടത്തുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഈ വാദഗതികൾ തുടങ്ങുമ്പോൾ ഈ ഹിയറിംഗിന്റെ ആദ്യ ഘട്ടങ്ങൾ ഒട്ടും ശുഭകരമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ന് കാണണം. ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകന് കഴിയാത്ത വിധം കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് വിചാരിക്കണം. ലിഡിയ ജേക്കബിനോടും തുടരുന്നുണ്ട്. ലിഡിയ, ഈ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഒരു തവണയല്ല, 2 തവണയോ 3 തവണയല്ല, അത് ഹണി റോസിനെതിരെ മാത്രവുമല്ല, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പ്രയാസപ്പെടുന്ന കാഴ്ചയാണോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഹൈക്കോടതിയിൽ നിന്ന്? നിഷാദ്, തീർച്ചയായും ശക്തമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. അത്തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന് അടിപതറുന്ന കാഴ്ചയാണ്. അതായത് പരാമർശം പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതായത് ഇത്തരത്തിൽ അധിക്ഷേപപരമായ പരാമർശം ഈ ജാമ്യ ഹർജിയിലുമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ, അത്തരത്തിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ
ഇത്തരത്തിൽ അടിപതറുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഇതിനെ എതിർക്കുമെന്ന് മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. കാരണം ഈ ഒരു ഹണി റോസിന്റെ കാര്യം മാത്രമല്ല, തുടരെ സോഷ്യൽ മീഡിയകളിലും പൊതുപരിപാടികളിലും വലിയ രീതിയിൽ സ്ത്രീ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ. ഇത് ആദ്യത്തെ വിഷയമല്ല, ഹണി റോസിന്റെ മാത്രമല്ല ആദ്യത്തെ വിഷയങ്ങൾ. തുടരെ ഇത്തരത്തിൽ അധിക്ഷേപ